തിരുവനന്തപുരം നന്ദൻകോട് സ്വരാജ് ഭവനിൽ തീപിടുത്തം, 2 കാറുകൾ കത്തി നശിച്ചു. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നു. പ്രതീഷ്, എപ്പോഴായിരുന്നു തീപിടുത്തം? നിലവിൽ എന്താണ് സ്ഥിതി? സുഹൈൽ, തിരുവനന്തപുരം നന്ദൻകോട് തദ്ദേശ വകുപ്പ് ആസ്ഥാനമായ സ്വരാജ് ഭവനിലാണ് തീപിടുത്തമുണ്ടായത്. ഇപ്പോൾ തീപിടുത്തമുണ്ടായ ഒരു സ്ഥലത്താണ് ഞാനുള്ളത്. ഈ സ്വരാജ് ഭവന്റെ പുറകുവശത്ത് ഈ വാഹനങ്ങളൊക്കെ തന്നെ പാർക്ക് ചെയ്യുന്ന ഒരു ഏരിയയിലാണ് തീപിടുത്തമുണ്ടായത്. ഇന്ന് 5 മണിയോടുകൂടി തീ പിടിക്കുകയായിരുന്നു. തൊട്ടപ്പുറത്തെ അയൽവാസിയാണ് ഈ തീപിടുത്തം ആദ്യം കാണുകയും പിന്നീട് ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ പുറകുവശത്തെ ഒരു ഭാഗം പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. 2 കാറുകളാണ് ഈ തീപിടുത്തത്തിൽ കത്തി നശിച്ചിട്ടുള്ളത്. ഒന്ന് ഒരു പുതിയ വാഹനവും മറ്റൊന്ന് ഇവിടെ പാർക്ക് ചെയ്തിരുന്ന ഒരു പഴയ വാഹനവുമാണ് കത്തി നശിച്ചിട്ടുള്ളത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ്. കാറിന്റെ ഉൾഭാഗം പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സ് എത്തിയാണ് തീ പിന്നീട് നിയന്ത്രണ വിധേയമാക്കിയത്. എങ്ങനെ തീ പടർന്നു എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. ഈ ഭാഗത്ത് കഴിഞ്ഞ കുറെ നാളുകളായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഈ നിർമ്മാണ പ്രവർത്തനത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളും മറ്റ് ചവറുകളും ഒക്കെ തന്നെ ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്ന സാഹചര്യമാണ്. അതിൽ നിന്ന് തീ പടർന്നതാകാം എന്നതാണ് ഫയർഫോഴ്സ് ഉൾപ്പെടെ സംശയിക്കുന്നത്. ഇന്ന് 5 മണിയോടുകൂടിയാണ് ഈ തീപിടുത്തം ഉണ്ടായത്. ഈ പുറകുവശത്ത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഭാഗത്ത് നിന്നാണ് തീ ആദ്യം പടരുകയും പിന്നീട് ഇവിടെ പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിലേക്ക് തീ പടരുകയും ചെയ്തിട്ടുള്ളത്. ഈ 2 വാഹനം, അത് ഒരു വാഹനം പൂർണ്ണമായും മറ്റൊരു വാഹനം ഭാഗികമായും കത്തി നശിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ വാർഡ് കൗൺസിലർ കൂടി ഇവിടെയുണ്ട്. എന്താ സംഭവിച്ചത്? ഏതാണ്ട് 5 മണിയോടുകൂടിയാണ് ഈ തീയുടെ പടർന്നത്. ഇവിടെ ഭയങ്കര പുകയും ചുറ്റുപാടുമുള്ള ആളുകൾ ഇത് കണ്ടു. അവരാണ് വിളിച്ച് എൻ്റെ അടുത്തും പറയുന്നത്. അങ്ങനെ ഞാൻ പോലീസിനെ വിളിച്ചു, ഫയർഫോഴ്സിനെ വിളിച്ചു. പിന്നെ ഈ തീ അങ്ങ് ശക്തമായി പടരാൻ തുടങ്ങി. പിന്നെ ആളുകൾ ചുറ്റുപാട് ഭയാശങ്കരായി. ഈ പണി നടക്കുന്നുണ്ടായിരുന്നു. പണി ഇവിടെ കുറച്ചാളായി ഒരുപാട് നാളായിട്ട് പണി നടക്കുന്നു. 1-2 പേര് ഇങ്ങനെ വർക്ക് ചെയ്യുന്നതായിട്ട് കാണാം. സ്ഥിരമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. തീരത്തില്ല ഈ പണി. ഇതിൻ്റെ ഈ കെട്ടിടം പണി തുടങ്ങിയ പോലെ ഇത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ വേസ്റ്റുകളാണ് ഇവിടെ കൂട്ടിയിരിക്കുന്നത് 4 വശം. ഇതെപ്പോഴും അപകടം ഉണ്ടാകാവുന്നതാണ് ഏത് സമയത്തും. ഇതിപ്പോൾ ഇത്രയും ഇത് കുറഞ്ഞത് ഇത് പെട്രോൾ അല്ലാതിരുന്നു. ഇതിപ്പോൾ ഡീസൽ വണ്ടി ആയിരുന്നതുകൊണ്ട് ഡീസൽ തീ പിടിച്ചത് കൊണ്ടും ഇത് അത്ര വലിയ സീരിയസ് ആയില്ല. പെട്രോൾ ആയിരുന്നെങ്കിൽ വളരെ സീരിയസ് ആയിപ്പോയിനെ. സുഹൈൽ, ഈ കൗൺസിലർ സൂചിപ്പിച്ചൊരു കാര്യം, അതായത് ഈ പുറകുവശത്ത് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ അറിയാം, ഇവിടെയെല്ലാം ഈ ചവറുകളും മറ്റ് ഈ നിർമ്മാണ വസ്തുക്കളെല്ലാം തന്നെ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ കുറെ നാളുകളായി ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് ഈ വസ്തുക്കളും ഈ പ്ലാസ്റ്റിക്കും മറ്റ് ചാക്കുകളും ഒക്കെ തന്നെ ഈ ഭാഗങ്ങളിൽ കൂട്ടിയിട്ടിരിക്കുന്നത്. അങ്ങനെ ഇതിൽ നിന്ന് തീ പടർന്ന് ഇവിടെ പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിലേക്ക് തീ പിടിച്ചതാകാം എന്നതാണ് ഫയർഫോഴ്സും ഇപ്പോൾ അറിയിക്കുന്ന കാര്യം. ഒപ്പം ഈ ഫയർ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഈ വെള്ളം, ഒപ്പം മറ്റ് സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികൾ ഒന്നും തന്നെ ഈ താഴ്ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ള ഒരു പ്രതികരണമാണ് ഇവിടെ ഉള്ള ആളുകളിൽ നിന്നും ലഭിക്കുന്നത്. എന്തായാലും വലിയ അപകടം ഒഴിവായി എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഈ പുറകുവശത്താണ് തീ പിടിച്ചത്. മറ്റ് മുകളിലാണ് ഈ തദ്ദേശ വകുപ്പ് ഡയറക്ടറുടെയും മറ്റ് ഉദ്യോഗസ്ഥരുടെയും ഒക്കെ തന്നെ ഓഫീസ് ഉള്ളത്. മുകളിലേക്ക് തീ പടരുന്നതിന് മുമ്പ് തന്നെ ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. അതാണ് വലിയൊരു അപകടം ഒഴിവാക്കിയിട്ടുള്ളത്. ഇനി തീ എങ്ങനെ പിടിച്ചു, തീ പടർന്നതിന്റെ പ്രധാന കാരണം എന്ത് എന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഫയർഫോഴ്സിന്റെ സ്ഥിരീകരണം വരാനുണ്ട്. അതിലുൾപ്പെടെ വിശദമായ പരിശോധന ഫയർഫോഴ്സ് നടത്തും. എന്തായാലും 2 വാഹനങ്ങളാണ് കത്തി നശിച്ചിട്ടുള്ളത്. അതിൽ ഇവിടെ പാർക്ക് ചെയ്തിരുന്ന ഈ ഒരു പുതിയ കാറ് ഒരു 75% കത്തി നശിച്ചിട്ടുണ്ട്. തൊട്ട് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന മറ്റൊരു വാഹനം പൂർണ്ണമായും കത്തി നശിക്കുകയും ചെയ്തിട്ടുണ്ട്. രാവിലെയോടുകൂടി തദ്ദേശ വകുപ്പ് മന്ത്രി ഈ സ്ഥലം സന്ദർശിക്കുമെന്നും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. സുഹൈൽ, പ്രതീക്ഷ, നമുക്ക് ഈ പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് പണി നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടമാണ്. അതിന് സമീപത്ത് മാലിന്യക്കൂന ഉണ്ടായിരുന്നു. അവിടെ നിന്ന് തീ പടർന്ന് കാറുകളിലേക്ക് എത്തിയെന്നല്ലേ? അതിനപ്പുറത്തേക്ക് ഈ 2 കാറുകളിലേക്ക് അപ്പുറത്തേക്ക് കൂടുതൽ വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്തതായി കാണുന്നു. അങ്ങോട്ടേക്കൊന്നും തീ വ്യാപിച്ചിട്ടില്ല എന്നത് തന്നെയല്ലേ ഈ ഒരു അപകടത്തിന്റെ വ്യാപ്തി കുറയ്ക്കുന്നതും? സുഹൈൽ, തീർച്ചയായും. കാരണം ഈ തൊട്ടപ്പുറത്ത് ഇപ്പോൾ ഈ അപകടം നടന്ന സ്ഥലം ഇവിടെയാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 20 മീറ്റർ തൊട്ടപ്പുറത്തൊരു വീടുണ്ട്. ആ വീട്ടിലെ വീട്ടുടമസ്ഥനാണ് ഈ തീപിടുത്തം ആദ്യമായി കാണുന്നത്. അദ്ദേഹമാണ് ഈ ഫയർഫോഴ്സിനെയും ഒപ്പം കൗൺസിലറെയും നാട്ടുകാരെയും അടക്കമുള്ളവരെ വിവരം അറിയിക്കുന്നത്. അദ്ദേഹത്തിന്റെ കൂടി ഇടപെടൽ കൊണ്ടാണ് വലിയ അപകടം ഒഴിവായിട്ടുള്ളത്. കാരണം സുഹൈൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 2 വാഹനം കത്തി നശിച്ച 2 വാഹനത്തിനപ്പുറത്തേക്ക് മറ്റ് വാഹനങ്ങൾ കിടപ്പുണ്ട്. ഒപ്പം ഈ പ്ലൈവുഡ് അവിടെ അടക്കമുള്ള നിർമ്മാണ വസ്തുക്കളും ഈ PVC
പൈപ്പുകളും ഒക്കെ തന്നെ ഈ സമീപത്തായി നമുക്ക് കാണാം. അതിലേക്കൊക്കെ തന്നെ തീ പടർന്നിരുന്നുവെങ്കിൽ അത് വലിയ അപകടത്തിലേക്ക് നയിച്ചേനെ. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എല്ലാം കൂട്ടിയിട്ടിരിക്കുകയാണ്. കുറെ നാളുകളായി ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അത് ഇതുവരെയും പൂർത്തിയാകുന്നില്ല എന്നതാണ് ഇപ്പോൾ നേരത്തെ കൗൺസിലർ അടക്കം പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ കൂടുതൽ ഇടങ്ങളിലേക്ക് തീ പടരുന്നതിന് മുമ്പ് തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത് വലിയ അപകടം ഒഴിവാക്കിയിട്ടുണ്ട്. ആ കാണുന്നതൊക്കെ തന്നെ ഈ പ്ലൈവുഡിന്റെ ചില ഭാഗങ്ങളാണ്. ഈ കാർബോർഡ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളൊക്കെ തന്നെ അവിടെ കിടപ്പുണ്ട്. അതിലേക്കൊക്കെ തന്നെ തീ പടർന്നിരുന്നെങ്കിൽ വലിയ അപകടം ആയേനെ. പക്ഷേ അതിനു മുമ്പ് തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് കൂടുതൽ വാഹനങ്ങളൊക്കെ തന്നെ പാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഈ തദ്ദേശ വകുപ്പ് ആസ്ഥാനത്തിന്റെ ഒരു പാർക്കിംഗ് ഏരിയ കൂടിയാണ്. അവിടെയാണ് ഒരു തീപിടുത്തം ഉണ്ടായി 2 വാഹനങ്ങൾ കത്തി നശിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ അപകടം ഒഴിവായി എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. സമീപത്തൊക്കെ കൂടുതൽ വാഹനങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ വ്യാപ്തി കുറവാണ് അപകടത്തിന്റേത്. അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ മാലിന്യങ്ങളാണ് ഈ അപകടത്തിന് വഴിയൊരുക്കിയതെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.